നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. മാസപ്പടിയിലെ ED അന്വേഷണത്തെ പരിഹസിച്ച് കെ മുരളീധരൻ MP. ED വന്നാൽ കണക്കാക്കണം, ഡീൽ ആരംഭിച്ചുവെന്ന്. ED നിശബ്ദമായാൽ ഡീൽ ഉറപ്പിച്ചു എന്നും കെ മുരളീധരൻ. കാട്ടുകൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതി അതിരപ്പള്ളിയിലെ ജനവാസ മേഖലയിൽ വീണ്ടും സജീവമാകുന്നു. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷന് മുന്നിലെത്തിയ ആന സ്റ്റേഷൻ കോമ്പൗണ്ടിനകത്തെ തെങ്ങിലെ പട്ട പറിച്ചു തിന്നു. തൃശൂർ പെരുമ്പിലാവിൽ വാട്ടർ അതോറിറ്റി അറ്റകുറ്റപ്പണിക്കായി എടുത്ത കുഴിയിലേക്ക് കാർ മറിഞ്ഞ അപകടം. കാർ യാത്രക്കാരായ ദമ്പതികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വാർത്തകൾ വിശദമായി. മാസപ്പടിയിലെ ED അന്വേഷണത്തെ പരിഹസിച്ച് കെ മുരളീധരൻ MP. ED വരും പോവും, ED വന്നാൽ കണക്കാക്കണം, ഡീൽ ആരംഭിച്ചു എന്ന്. ED നിശബ്ദമായാൽ ഡീൽ ഉറപ്പിച്ചു എന്നും കെ മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അത് ED ഇടയ്ക്ക് വരെ ഇടയ്ക്ക് അപ്രത്യക്ഷമാവും. ED വന്നാൽ കണക്കാക്കണം, ഡീൽ ആരംഭിച്ചു. ED നിശബ്ദമായാൽ ഡീൽ ഉറപ്പിച്ചു. ഇപ്പം ഞങ്ങളിവിടെ BJP മൂന്നാം സ്ഥാനത്തേക്ക് വിടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ BJP ഒന്നാം സ്ഥാനത്ത് എത്തിക്കാനാണ് പിണറായി വിജയൻ്റെ ശ്രമം. അതിലൊരു ദുഃഖമുണ്ട്. മത്സരം LDFും UDFും തമ്മിലാവണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഞങ്ങളുടെയൊക്കെ തലയ്ക്ക് മുകളിൽ BJPയെ കൊണ്ട് പ്രതിഷ്ഠിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചാൽ അത് ഈ മണ്ണിൽ ചിലവാവില്ല. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ രണ്ട് അവിശുദ്ധ കൂട്ടുകെട്ടിനെയും ചെറുത്ത് തോൽപ്പിച്ചുകൊണ്ട് UDF ഇവിടെ വിജയിക്കും. ഇല്ല, നേതൃത്വത്തിന് കാരണം എല്ലാ എമൗണ്ടും സീൽ ചെയ്ത് വയ്ക്കുകയല്ലേ. ഞങ്ങൾക്കിവിടെ ഒരു മുഖ്യ പ്രതിപക്ഷ പാർട്ടിയോട് ഇത്രയും ഒരു വൃത്തികെട്ട സമീപനം ഏത് സർക്കാരാണ് കേന്ദ്രത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്? BJPക്കും പണ്ട് പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു, മറ്റേ വാജ്പേയിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഒരു പൈസ ഇല്ലെന്ന് തടഞ്ഞു വെച്ചിട്ടില്ലല്ലോ. ഇത് കുറേ ആൾക്കാരെ കാല് മാറ്റാൻ നോക്കി, അതുകൊണ്ട് ഒരു ലക്ഷ്യവും നടക്കുന്നില്ല. അപ്പോഴാണ് എന്നാൽ പിന്നെ പൈസ ചിലവാക്കണ്ട എന്നൊരു സമീപനം എടുത്തിട്ടുള്ളത്. BJPയെ മൂന്നാം സ്ഥാനത്ത് തള്ളാനാണ് ഞങ്ങളുടെ ശ്രമം. എന്നാൽ BJPയെ ഒന്നാം സ്ഥാനത്തെത്തിക്കാനാണ് പിണറായി വിജയന്റെ ശ്രമം. മത്സരം LDFും UDFും തമ്മിലാകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങളുടെ തലയ്ക്ക് മുകളിൽ BJPയെ പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചാൽ അത് ഈ മണ്ണിൽ ചിലവാകില്ല. CPM BJP അവിശുദ്ധ കൂട്ടുകെട്ടിനെ ചെറുത്തു തോൽപ്പിച്ച് UDF ഇവിടെ വിജയിക്കും, മുരളീധരൻ പറഞ്ഞു. എരണ്ടക്കെട്ടിന് ശേഷം ആരോഗ്യം വീണ്ടെടുത്ത കാട്ടുകൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതി അതിരപ്പള്ളിയിലെ ജനവാസ മേഖലയിൽ വീണ്ടും സജീവമാകുന്നു. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷന് മുന്നിലെത്തിയ ആന സ്റ്റേഷൻ കോമ്പൗണ്ടിനകത്തെ തെങ്ങിലെ പട്ട പറിച്ചു തിന്നു. ഇന്നലെ രാത്രി 10:30യോടെയായിരുന്നു സംഭവം. സ്റ്റേഷന് മുന്നിലെത്തിയ ആന പട്ട തിന്ന ശേഷം 10 മിനിറ്റോളം അവിടെ തന്നെ നിലയുറപ്പിച്ചു. ഒടുവിൽ രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ ഒച്ചയെടുത്താണ് ആനയെ തിരിച്ചുവിട്ടത്. കഴിഞ്ഞ ദിവസം മറ്റൊരു ആനക്കൂട്ടം അതിരപ്പള്ളിയിൽ ആക്രമണം നടത്തിയിരുന്നു. പ്രകൃതി ഗ്രാമത്തിലാണ് കാട്ടാനകൾ ആക്രമണം അഴിച്ചുവിട്ടത്. ചെടിച്ചട്ടികളും ഗ്രില്ലുകളും ഉൾപ്പെടെ കാട്ടാനക്കൂട്ടം തകർത്തിരുന്നു. തൃശൂർ പെരുമ്പിലാവിൽ വാട്ടർ അതോറിറ്റി അറ്റകുറ്റപ്പണിക്കായി എടുത്ത കുഴിയിലേക്ക് കാർ മറിഞ്ഞ് അപകടം. കാർ യാത്രക്കാരായ ദമ്പതികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇന്ന് പുലർച്ചെ 5 മണിയോടെയായിരുന്നു അപകടം. തിരുവനന്തപുരത്ത് നിന്നും പെരിന്തൽമണ്ണയിലേക്ക് പോകുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട കാർ കുഴിയിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽ കാർ യാത്രക്കാരായ ദമ്പതികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പെരുമ്പിലാവ് പട്ടാമ്പി റോഡിലെ റേഷൻ കടയ്ക്ക് സമീപം കഴിഞ്ഞ ദിവസമാണ് തൃത്താല പാവറട്ടി ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടിയത്. ഇതിന്റെ അറ്റകുറ്റപ്പണിക്കായി എടുത്ത കുഴിയിലേക്കാണ് കാർ മറിഞ്ഞത്. നിർമ്മാണം നടത്തുന്ന മേഖലയിൽ വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങളോ അപായ സൂചനാ ബോർഡുകളോ സ്ഥാപിച്ചിട്ടില്ല. ഇതാണ് അപകടത്തിന് കാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. പൗരത്വ നിയമ ഭേദഗതി അറബിക്കടലിൽ എന്ന മുദ്രാവാക്യമുയർത്തി LDF കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുര ചതുരത്തിൽ നടന്ന സമ്മേളനത്തിൽ CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KV വസന്തകുമാർ അധ്യക്ഷനായി. VR സുനിൽകുമാർ MLA, സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥ്, M രാജേഷ്, KR ജൈത്രൻ, TK സന്തോഷ്, CC വിപിൻ ചന്ദ്രൻ, KA രമേശൻ, PP സുഭാഷ്, TK ഗീത, വേണു വെണറ, ജോസ് കുരിശിങ്കൽ, TP അരുൺ മേനോൻ, KC വർഗീസ്, ശിവൻ കാര്യത്ത് എന്നിവർ സംസാരിച്ചു. മരച്ചില്ലകൾ വെട്ടിമാറ്റുന്നതിനിടെ മരക്കൊമ്പ് വീണ് ഗാന്ധി പ്രതിമയുടെ കൈയറ്റു.
കാടുകുറ്റി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള ഗാന്ധി പ്രതിമയുടെ വലതുകൈയുടെ കൈപ്പത്തിയാണ് അറ്റുപോയത്. പഞ്ചായത്തിനോട് ചേർന്നുള്ള ആയുർവേദ ആശുപത്രിക്ക് മുന്നിലെ വാഗമരത്തിന്റെ ചില്ലകൾ വെട്ടിമാറ്റുന്നതിനിടെയാണ് സംഭവം. മരച്ചില്ലകൾ മുറിച്ചു മാറ്റുന്നതിനുള്ള ചട്ടങ്ങൾ പാലിച്ചില്ലെന്നും അനധികൃതമായാണ് മരം മുറിച്ചതെന്നും ആരോപണം ഉയരുന്നുണ്ട്. കൈപ്പത്തി വച്ചുപിടിപ്പിക്കാൻ ആകില്ലെന്നാണ് ശില്പികൾ പറയുന്നത്. ഈ സാഹചര്യത്തിൽ പ്രതിമ പുനർനിർമ്മിക്കേണ്ടതായി വരും. 2009 പഞ്ചായത്ത് പ്രതിമ സ്ഥാപിച്ചത്. കോഴിക്കോട് രൂപത ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന്റെ രജത ജൂബിലിയോടനുബന്ധിച്ച് മാള പൗരാവലിയുടെ നേതൃത്വത്തിൽ മാളയിൽ സ്വീകരണവും ഹരാർപ്പണവും സംഘടിപ്പിക്കുന്നതിനായി സംഘാടക സമിതി രൂപീകരിച്ചു. സംഘാടക സമിതി രൂപീകരണ യോഗം മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. AV തോമസ് അധ്യക്ഷത വഹിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രേഖ ഷാൻഡി, ഡേവിസ് പാറേക്കാട്ട്, ദേവസി കൊടിയൻ, ഷാൻഡി ജോസഫ് തട്ടകത്ത്, ക്ലിഫി കളപ്പറമ്പത്ത്, ഡെന്നി പള്ളൻ, ജെയിംസ് മാളിയക്കൽ എന്നിവർ സംസാരിച്ചു. ചെയർമാൻ ഡോക്ടർ രാജു ഡേവിസ് പെരേപ്പാടൻ, ജനറൽ കൺവീനർ ഷാൻഡി ജോസഫ് തട്ടകത്ത്, ട്രഷറർ ദേവസി കൊടിയൻ എന്നിവരാണ് സംഘാടക സമിതി ഭാരവാഹികൾ. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. മാസപ്പടിയിലെ ED അന്വേഷണത്തെ പരിഹസിച്ച് കെ മുരളീധരൻ MP. ED വന്നാൽ കണക്കാക്കണം, ഡീൽ ആരംഭിച്ചുവെന്ന്. ED നിശബ്ദമായാൽ ഡീൽ ഉറപ്പിച്ചു എന്നും കെ മുരളീധരൻ. കാട്ടുകൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതി അതിരപ്പിള്ളിയിലെ ജനവാസ മേഖലയിൽ വീണ്ടും സജീവമാകുന്നു. അതിരപ്പിള്ളി പോലീസ് സ്റ്റേഷന് മുന്നിലെത്തിയ ആന സ്റ്റേഷൻ കോമ്പൗണ്ടിനകത്തെ തെങ്ങിലെ പട്ട പറിച്ചു തിന്നു. തൃശൂർ പെരുമ്പിലാവിൽ വാട്ടർ അതോറിറ്റി അറ്റകുറ്റപ്പണിക്കായി എടുത്ത കുഴിയിലേക്ക് കാർ മറിഞ്ഞ അപകടം. കാർ യാത്രക്കാരായ ദമ്പതികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.